പുരുഷ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുമ്പോഴെല്ലാം അവർ പ്രത്യേകിച്ച് സൃഷ്ടിക്കേണ്ടതില്ല. അവരോട് ഉള്ള ആളുകളെ തന്നെ കണ്ടെടുക്കുകയേ വേണ്ടു. ഉള്ള ആളുകളെ തന്നെ കണ്ടെടുക്കുമ്പോഴുള്ളൊരു പ്രശ്നം, ഇവരിലുള്ള ഈ അധികാര വാഞ്ച എത്ര നിയന്ത്രിച്ചാലും അത് പുറത്തു വരും എന്നുള്ളതാണ്. ഈ അധികാരം എന്ന് പറയുന്ന ഒരു നോഷൻ കടന്നു കിട്ടുന്ന ഒരവസ്ഥയിൽ, അതുപോലെ ഈ അധികാരത്വത്തിന് അതീതമായി ചിന്തിക്കുന്ന സ്ത്രീ പുരുഷന്മാരെന്തെങ്കിലും ഉണ്ടാവുമെങ്കിൽ അന്ന് ഒരു പുതിയ പുരുഷനെ എനിക്ക് സൃഷ്ടിക്കാൻ ആഗ്രഹമുണ്ട്. നമ്മുടെ KR മീര എഴുത്തുകാരിയാണ് പറഞ്ഞൊരു കാര്യമാണ്, അധികാരവാഞ്ചല്ലാത്തൊരു പുരുഷൻ, അതായത് ഒരു മേൽക്കൈ, പുരുഷനാണ് ഞാനെന്നുള്ള മേൽക്കൈ ഒരു സ്ത്രീയുടെ മുമ്പിൽ കാണിക്കാത്ത ഒരു പുരുഷനെ സൃഷ്ടിച്ചെടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും നല്ല കാര്യം. ഇതുവരെ ഇവർക്ക് അങ്ങനെ ഒരു പുരുഷനെ കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അവരുടെ പല ബുക്കുകളിലും അല്ലെങ്കിൽ അവർ പരസ്യമായിട്ടും പ്രസ്താവനയിൽ പറയുന്നത്. ഇനി ഏതെങ്കിലും പുരുഷൻ അധികാരം കാണിക്കുക, അതല്ലെങ്കിൽ ആ രീതിയിലോട്ട് എന്തെങ്കിലും ഒരു പ്രവൃത്തി പുരുഷൻ്റെ കയ്യിലുണ്ടെങ്കിൽ ചിലപ്പം കഷായം കൊടുക്കാം എന്നുകൂടെ നമ്മുടെ ഈ ഒരു KR മീര എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എഴുത്തുകാരി കഴിഞ്ഞ ദിവസം KLF കാലിക്കറ്റ് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിൽ ഒരുപാട് ഓഡിയൻസിൻ്റെ മുമ്പെന്ന് പറയുണ്ടായി. അത് ഭയങ്കര വിവാദമായിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം അതിൻ്റെ ഷോട്ട് കാണാം. അവർ പറഞ്ഞു വെച്ചത് എങ്ങനെയാണ് എന്നുള്ളത് കാണുമ്പം നിങ്ങനെ മനസ്സിലാവും എന്താന്നുള്ളത്. അറിയണ്ട, നിങ്ങൾ മനുഷ്യരെ മനസ്സിലാക്കണ്ട. നിങ്ങൾ തനിച്ചായി പോയാൽ നിങ്ങൾ നടുക്കടലിൽ കിടന്ന് കയ്യും കാലും ഇട്ടടിച്ച് മാനസികമായി സതി അനുഷ്ഠിച്ചോളൂ എന്ന് പറഞ്ഞ സമൂഹമാണ് നമ്മുടേത്. നമ്മൾ ഈ കാലത്തെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് അതാണ്, നിങ്ങളൊരു കാരണവശാലും സതി അനുഷ്ഠിക്കരുത്. സതി അനുഷ്ഠിക്കാൻ വേണ്ടിയുള്ള ഒരു സംഗതി ഒരിക്കലും ഇല്ല. ചില സമയത്തൊക്കെ കഷായമൊക്കെ കൊടുക്കേണ്ടി വന്നാൽ പോലും. ഇത് കേട്ടപ്പോൾ എത്ര പേര് ചിരിച്ചു. അവർക്ക് ചിരിയാ വന്നത്, അവർക്ക് ഭയങ്കര രസകരമായി തോന്നി, ഭയങ്കര ചിരിച്ചുകൊണ്ട്. ചില സമയത്ത് സതി അനുഷ്ഠിക്കുക എന്നവർ ഉദ്ദേശിച്ചത്, അതായത് പുരുഷൻ ഇല്ലാണ്ടാവുന്ന സമയത്ത് അതോടുകൂടി സ്ത്രീ ഇല്ലാണ്ടാവണം എന്നുള്ള പണ്ടത്തെ ആചാരം അനുസരിച്ചാണ് ഇപ്പോഴത്തെ കാലം ഇപ്പോഴത്തെ കാലഘട്ടം പോകുന്നത് എങ്കിൽ പെൺപിള്ളേർക്ക് തോന്നുകയാണ് ആ ഒരു റിലേഷനിൽ ആ ഒരു അപ്പുറത്ത് നിൽക്കുന്ന ആൾ പുരുഷൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അവസ്ഥ മാറിക്കഴിഞ്ഞാൽ കഷായം കൊടുത്ത് തീർത്തേക്കണം, ആ ഒരു അവസ്ഥ വന്നു പോകും എന്നാണ് നമ്മുടെ KR മീരക്ക് പറയാൻ തോന്നിയത്. അത് പറഞ്ഞ് നല്ലൊരു ചിരിയും അവരവിടെ പാസ്സാക്കിയിട്ടുണ്ട്. അപ്പം ഇത് കേട്ടിരിക്കുന്ന ഒരുപാട് യൂത്ത്, അത് കേട്ടിരിക്കുന്ന സ്റ്റേജിൻ്റെ മുമ്പിലിരിക്കുന്ന ഒരുപാട് ആൾക്കാർ, അവർ കേട്ടിട്ട് എന്താണോ അവർക്ക് തോന്നിയ വികാരം എന്ന് നമുക്ക് ആർക്കും അറിയില്ല. എനിക്ക് തോന്നിയത് ഞാനീ പറയുന്നുള്ളൂ. ഇതിൻ്റെ ഒരു ബേസിക് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഒരു ഫെമിനിസമാണത്. പച്ച ഫെമിനിസം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. കുറേ ഫെമിനിസ്റ്റുകൾ നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറയുന്നില്ല ഈ പുരുഷന്മാർ മൊത്തം ഭയങ്കരമായിട്ട് ഇങ്ങനത്തെ ചിന്തകളില്ലാത്ത ആളുകളാണെന്നും എല്ലാവരും അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ ഫെമിനിസം തലയിൽ പിടിച്ചു കഴിഞ്ഞാൽ അവർ ഏത് വലിയ എഴുത്തുകാരിയായിട്ടും കാര്യമില്ല, ഏത് വലിയ പത്രപ്രവർത്തകയായിട്ടും കാര്യമില്ല, വാഴുന്ന് ഫെമിനിസ്റ്റ് ആണോ എങ്കിൽ വാഴുന്ന് ഇത്തരത്തിലുള്ള ദുഷ്യമായിട്ടുള്ള പല കാര്യങ്ങളും വരും. ഇവർ ഈ കഷായം എന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അതെ, നമ്മുടെ ഇപ്പം ഗ്രീഷ്മ എന്ന് പറഞ്ഞ ആൾ കഷായമല്ല കൊടുത്തത്, അവർ പെസ്റ്റിസൈഡാണ് കൊടുത്തത്, കീടനാശിനി കൊടുത്തിട്ട് എൻ്റെ കാമുകനെ വിളിച്ചു വരുത്തി ഒഴിച്ചു കൊടുത്തു. 10 ദിവസം നരകിച്ച് ആന്തരിക അവയവങ്ങൾ മൊത്തം ദ്രവിച്ച് നാവ് വരെ ധരിച്ച് വായിക്കൂടെ ഒരു തുള്ളി വെള്ളം ഇറക്കാൻ പറ്റാണ്ട് ആ ഒരു കാമുകം മരിച്ചതിനെയാണ് ഇവർ വളരെ ലൈറ്റായിട്ട്, വളരെ ഗ്ലോറിഫൈ ചെയ്ത്, വളരെ രസകരമായിട്ട് ചിരിച്ചുകൊണ്ട് അവർ പറഞ്ഞു തള്ളിയത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, വലിയ എഴുത്തുകാരിയാണ്, വലിയ പാണ്ഡിത്യമുണ്ട്, വലിയ അറിവുണ്ട് എന്ന് പറഞ്ഞതിലൊന്നും ഒന്നുമില്ല. അതൊക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാനൊരു ഫെമിനിസ്റ്റ് ആയി കഴിഞ്ഞാൽ തീരാവുന്നത് മാത്രമേ ഉള്ളൂ. ഞാനൊരു ഫെമിനിസ്റ്റ് അമ്മച്ചിയായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കാണുന്നതെല്ലാം സത്യമാണ്. പെണ്ണ് എന്ത് ചെയ്താലും, പെണ്ണ് ഒരുമ്പെട്ടാൽ എന്ന് കേട്ടിട്ടില്ല, ഈ പെണ്ണ് ഒരുമ്പെട്ട് ഒരാളെ കഴുത്തിനങ്ങ് കുത്തിക്കൊന്നു കഴിഞ്ഞാലും, വയറിൽ കുത്തിക്കൊന്നു കഴിഞ്ഞാലും അതിന് ന്യായീകരണങ്ങൾ ഒരുപാടായിരിക്കും ഫെമിനിസ്റ്റുകൾക്ക്. ഇനി അതുകൊണ്ടും തീരുന്നില്ല, അതിന് കണ്ടിന്യൂസ്ലി അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, കേൾക്കാം. ഞാൻ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീക്ക്
ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ളൊരു സ്വാതന്ത്ര്യം ഇല്ലാതായാൽ ചിലപ്പോൾ അവൾ കുറ്റവാളിയായി തീരും. ആ കുറ്റകൃത്യത്തിലേക്ക് അവളെ നയിക്കാതിരിക്കുക എന്നുള്ളത് ഈ പറഞ്ഞ എല്ലാം തികഞ്ഞ കാമുകൻ്റെ കടമയും കർത്തവ്യവുമാണ്. ആ കർത്തവ്യം ചെയ്യാതിരിക്കുമ്പോഴാണ് പ്രശ്നം. ഈ ഒരു പ്രസ്താവനക്കും ആ എന്താ പറയുക കേട്ടിരിക്കുന്നവിടുന്ന് കുറച്ച് കയ്യടികൾ ഞാൻ കേട്ടു. മിക്കവാറും ഫെമിനിസ്റ്റുകളായിരിക്കും, അതല്ലെങ്കിൽ അത്തരം ചിന്താഗതി ഉള്ളവളായിരിക്കും. അതായത് ഞാനെല്ലാം തികഞ്ഞവളാണെന്നുള്ള ചിന്ത. നമ്മൾ ഹാർപ്പിക്കിൻ്റെ പരസ്യത്തിലെ അവസാനത്തെ 2 കീടാണു എന്ന് പറഞ്ഞ പോലെയാണ്. ഇത് കേട്ടിട്ട് അവിടെ കൂടി ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ബ്ലിങ്കസ് അടിച്ചിരുന്ന് കാണും, എന്തൊക്കെ ഇവർ ഈ പറയുന്നത്. പക്ഷേ കൈയടിച്ച 2 കീടാണുക്കളുണ്ടല്ലോ, അതെല്ലായിടത്തും കാണും. നമ്മുടെ ചില സംഘടനകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോഴത്തെ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ചില സംഘടനകൾ, ചില നടിമാരൊക്കെ അത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പിലോട്ട് പെടുത്താവുന്ന ഗണത്തിൽ പെടുത്താവുന്ന ഒരു ഫെമിനിസ്റ്റ് മാത്രമായിട്ട് KR മീരനെ കാണാൻ ഇപ്പം തോന്നുള്ളൂ. പണ്ട് അവർ വലിയ പത്രപ്രവർത്തകയാണ്, അവർ നല്ല എഴുത്തുകാരിയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം അവർ എഴുതി വെച്ചതൊക്കെ അവരുടെ മനസ്സിലെ ഫെമിനിസം തുളച്ചു കയറുന്ന രീതിയിൽ ഉള്ള ഒരുതരം പ്രസ്താവനകൾ മാത്രമായിട്ട് ഇപ്പം തോന്നുള്ളൂ. അപ്പം നിങ്ങൾ അതിൽ ശ്രദ്ധിച്ചോ എന്നറിയില്ല, അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് എല്ലാം തികഞ്ഞ പുരുഷൻ, എല്ലാം തികഞ്ഞ പാർട്ട്ണർ, അതായത് പുരുഷൻ എല്ലാം തികഞ്ഞു എന്ന് അവർ തന്നെ അങ്ങ് സമ്മതിക്കുക. അപ്പം എല്ലാം തികഞ്ഞ പുരുഷൻ, അതായത് ഒരു റിലേഷനിൽ മടുത്തു, പെണ്ണ് മടുത്തു, അവൾക്ക് ആ റിലേഷനിൽ പുറത്തോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം അതിൽ നിന്ന് പുറത്ത് വരാൻ നമ്മൾ കഷായം കൊടുത്തും സൈനൈഡ് കൊടുത്തും നമ്മൾ ചിലപ്പം കത്തി എടുത്ത് കുത്തിക്കൊന്നൊക്കെ വരും. അതിനൊന്നും കുറ്റം പറയാൻ പാടില്ല എന്നായിരുന്നു ആ പ്രസ്താവന. ഇനി അങ്ങനെ വരാണ്ടിരിക്കണമെങ്കിൽ എല്ലാം തികഞ്ഞ പുരുഷൻ നോക്കണം. അതായത് പുരുഷൻ നോക്കണം. ഒരു റിലേഷനിൽ പെണ്ണ് എന്തായാലും കുഴപ്പമില്ല, പുരുഷൻ വേണം, എല്ലാം തികഞ്ഞ പുരുഷൻ വേണം, മിണ്ടാതിരുത് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ. അതല്ലെങ്കിൽ പെണ്ണ് ചിലപ്പോൾ നിങ്ങളെ കൊന്നൊന്നിരിക്കും. എന്ത് രസകരമായിട്ടല്ലേ അവരത് പറഞ്ഞത്. കൈയടിക്കാൻ ആളുകളുണ്ട്. എന്ത് രസകരമായിട്ട് അവർ ഗ്ലോറിഫൈ ചെയ്ത് ഒരു കൊല. 24 വയസ്സുള്ള ഒരു പെണ്ണ് ഒരുത്തനെ ഇങ്ങനെ കൊന്നു കഴിഞ്ഞാൽ അതിന് അവൾ അന്ന് എപ്പോഴോ അവളുടെ ഏതൊരു വാദത്തിൽ എവിടുന്ന് അവൾ പറഞ്ഞു അവൻ റിലേഷൻ അതായത് ടോക്സിക് ആയിരുന്നു. ടോക്സിക് മീൻസ് അവളെ ക്ലിപ്പുകൾ കയ്യിലുണ്ട്, അല്ലെങ്കിൽ അവൾക്ക് അതിൽ നിന്ന് ഊരിപ്പോരണം എന്നുണ്ടായിരുന്നു, അവൾക്ക് പറ്റുന്നില്ല, അതുകൊണ്ട് അവൾ ചെയ്ത ഒരു പ്രവൃത്തിയാണിത്. അപ്പം അവിടെ ഫെമിനിസം ഓട്ടോമാറ്റിക്കലി കയറി വന്നു. അതിവിടെയും വന്നു. അതിനെ ന്യായീകരിക്കാൻ ഇവരെ പോലത്തെ ഇത്രയും ബോധവും വിവരമൊക്കെ ഉള്ള ആളുകൾ ന്യായീകരിക്കാൻ ഇറങ്ങിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവാം. ഈ എഴുത്തിലൂടെ കാണുന്നതും പത്രപ്രവർത്തനത്തിലൂടെ കാണുന്നതും പൊതുജനങ്ങളിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇളിച്ചിരുന്ന് കാണിക്കുന്നതും അല്ല ഒരാളുടെ യഥാർത്ഥ രൂപം. ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു രൂപം ഉണ്ടല്ലോ. അപ്പോൾ ഇവരുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞ ഈ ഒരു ഫെമിനിസ്റ്റ് രൂപം അത് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഏത് കുറ്റകൃത്യങ്ങളും അതവർ പെണ്ണാണെങ്കിൽ അവരതിനെ ന്യായീകരിക്കും. അപ്പുറത്ത് നിൽക്കുന്ന ഒരാണാണെങ്കിൽ അവരതിനെ തുടച്ചില്ലാണ്ടാക്കും. കുറ്റവാളിയല്ല അവിടെ ക്രിമിനലും കുറ്റവാളിയൊന്നുമില്ല. അവിടെ പെണ്ണ് എന്നുള്ള ഒരു പെണ്ണ് ആണ് എന്നുള്ള വേർതിരിവ് മാത്രമേ ഉള്ളൂ. തിരിച്ച് ആണാണ് ഇതേ സമയത്ത് ഇത് ചെയ്തിരുന്നെങ്കിലോ അപ്പോഴും അവർ ചാടി വെക്കും. അവർ ഈ പറഞ്ഞ ആണെന്ന സ്വത്വം, ഭീകര സ്വത്വം പെണ്ണിനെ ഇല്ലാണ്ടാക്കി, അവളെ കൊന്നു അല്ലെങ്കിൽ അവളെ ഇല്ലാണ്ടാക്കി, ഇവന് കിട്ടാവുന്നതിൻ്റെ ഏറ്റവും വലിയ ശിക്ഷ തന്നെ കൊടുക്കണം, അവൻ അങ്ങനെ ആക്കണം, അവനിങ്ങനെ ആക്കണം എന്നും പറഞ്ഞ് ഒരു കൂട്ടം വനിതാ കമ്മീഷനും ഇതുപോലത്തെ പല ഫെമിനിസ്റ്റ് സംഘടനകളും പല ഫെമിനിസ്റ്റുകളും പുറത്തോട്ട് ഇറങ്ങി വരും. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഇനി ഇതൊക്കെ പോട്ടെ, ഈ ഒരു അവസ്ഥ ഇങ്ങനത്തെ ഒരു KLF വന്ന് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച് അതിനെതിരെ സംസാരിക്കാമെന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഒരുപാട് പേര് അതിനെതിരെ സംസാരിക്കാൻ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞു വെച്ചത്, എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഒരു പുരുഷ കമ്മീഷനൊക്കെ അത്യാവശ്യം തന്നെ. രാഹുൽ ഈശ്വർ ഈ ഒരു മൂവ്മെൻറ്റായിട്ട് പുറത്തോട്ട് വന്നപ്പോൾ പലരും കളിയാക്കി. ഏതിന് ഈ പറഞ്ഞ പുരുഷന്മാർ തന്നെ കളിയാക്കി. ഇവന് ഭ്രാന്താണ്, ഇവന് വട്ടാണോ, ബോബി ചെമ്മണ്ണനെ താങ്ങി നടക്കാൻ എന്താ ഇവന്, ബോബി ചെമ്മണ്ണനെ ഇവൻ താങ്ങുന്നൊന്നുമില്ല. പക്ഷേ ഇങ്ങനത്തെ പ്രസ്താവനകൾ, ഇങ്ങനത്തെ തോന്നലുകൾ പെണ്ണുങ്ങൾക്കുണ്ട്. ഇങ്ങനത്തെ ആളുകൾ അവരുടെ ഭാവി തലമുറനോട് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾക്ക് റിലേഷൻ ടോക്സിക് ആയി തോന്നി, ടോക്സിക് എന്നുള്ളത് മാറ്റി നിർത്തുക. ഒരു റിലേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, പുറത്ത് വരണമെന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ അങ്ങോട്ട് കൊന്നേക്കുക. നിങ്ങൾക്കൊരു റിലേഷന് പുറത്ത് വരാൻ പറ്റുന്നില്ലെങ്കിൽ നീ പെണ്ണാണോ, നീ അങ്ങ് കഷായം കൊടുത്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്തിട്ടോ സൈനൈഡ് ചമച്ചു കൊടുത്തിട്ടോ അങ്ങ് കൊന്നേക്കുക. എന്നിട്ട് നീ ഇങ്ങോട്ട് പോന്നോ, ഞങ്ങൾ ഇവിടെയൊക്കെ ഇല്ലേ, ഞങ്ങൾ ഫെമിനിസ്റ്റുകളുണ്ട്, ഞങ്ങൾ വനിതാ കമ്മീഷൻ ഇവിടെ ഉണ്ട്, ഞങ്ങളൊക്കെ സപ്പോർട്ടിന് ഞങ്ങളുണ്ട്, പിന്നെ നമുക്കൊരു കേസും കൊടുത്തേക്കാം. ഈ വനിതാ കമ്മീഷനിൽ പെണ്ണുങ്ങൾ ഡയറക്റ്റ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമേ അല്ല, ഒരു തെളിവും വേണ്ട, അവനെ പിടിച്ച് പൊക്കും. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ആണുങ്ങൾക്ക് സേഫ്റ്റി ഒക്കെ വേണമെങ്കിൽ ചിലപ്പം ഈ പറഞ്ഞ പുരുഷ കമ്മീഷനൊക്കെ വേണ്ടി വരും. അതിന് നമ്മുടെ രാഹുൽ ഈശ്വർ പറഞ്ഞതിനോട് 100% യോജിക്കേണ്ടി വരുന്നൊരവസ്ഥയാണ്. ആണുങ്ങൾക്കും വേണ്ട ചോദിക്കാനും പറയാൻ ആൾക്കാരൊക്കെ, അല്ലെങ്കിൽ ദിറ്റുകൾ ഇങ്ങനെ സൈനൈഡ് കലക്കിട്ടോ അല്ലെങ്കിൽ കഷായം കലക്കിട്ടോ അല്ലെങ്കിൽ
മറ്റേ കീടനാശിനി കലക്കിയിട്ടൊക്കെ കൊന്നാളും. അപ്പം ഈ ഒരു പ്രസ്താവന നിങ്ങൾ എങ്ങനെ കാണുന്നു എനിക്കറിയില്ല. ഇത്രയും വൃത്തികെട്ട രീതിയിൽ പ്രസ്താവന പറയണമെങ്കിൽ ഈ സ്ത്രീ അങ്ങനെ പറയുന്നുള്ളൂ, ഇനി അവരെ പേരൊന്നും പറയുന്നില്ല. ഈ ഒരു ഫെമിനിറ്റി ആയിട്ടുള്ള ഇവർ എത്രത്തോളം ഇവരുടെ മനസ്സിലെ ഉള്ളിലെ ഒരു ക്രിമിനൽ ചിന്താഗതി എത്രയെന്നുള്ളത് ചിന്തിച്ചു നോക്ക്. ഇവരെത്ര ബാക്കിയുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതും കൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ രാഹുൽ ഈശ്വരൻ നിങ്ങൾ പറഞ്ഞത് വളരെ സത്യമാണ്. ഒരു പുരുഷ കമ്മീഷനൊക്കെ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ഇതികളെല്ലാം കൂടെ വിഷം കലക്കി മൊത്തം ആണുങ്ങളെ കൊല്ലും. പക്ഷേ ആണുങ്ങളില്ലാണ്ട് വേറെ പല പരിപാടിയും നടക്കൂലെന്ന് ഇവരാരും അറിയുന്നില്ല. ഇനി ഇത് മറ്റേ ഗ്രൂപ്പാണെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല അല്ലേ?